ഹലോ അസ്സലാമലൈക്കും. അങ്ങനെ ഇന്ന് ബേബി പോവാണ് കേട്ടോ. ബേബി പോണതിന് മുന്നേ ആസിയമ്മയും കമാൽപ്പിയൊക്കെ വന്നിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരുക്കി കൊടുത്ത ഫുഡാണിത്. അവർ കഴിച്ച് കഴിഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് പോയി. പിന്നെ ബാക്കിയുള്ളത് ഞങ്ങളും കഴിച്ചു. അതാ കുഞ്ഞാറ്റ ഇവിടെ മാറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിക്കിളി കണ്ടില്ലേ എൻ്റെ ലോകം പോവാണെന്ന്. ആസിയമ്മിനെ കുറേ കുട്ടിയെയും ബേബിനെയൊക്കെ പിടിച്ച് കരഞ്ഞു കേട്ടോ. ഇത് അവൾ കൊണ്ടുപോകുന്ന ലഗേജുകളാണ്. കുറേ കുത്തിത്തിരിക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഞാൻ ആഷിമോനെ റീനു മനു ഇങ്ങനെ കൊണ്ടാക്കണം. ബേബിയും കുട്ടി മാറ്റിയിട്ട് ഇറങ്ങുകയാണ്. എന്താണെന്നറിയാം, ഉള്ളിൽ ചിറകുടിഞ്ഞ കിനാവുകൾ എന്നൊക്കെ പറയില്ലേ, തേങ്ങലടക്കാൻ പറ്റണില്ല കേട്ടോ. അങ്ങനെ ഇടയിൽ നിർത്തിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ചായയും കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. ടയേർഡൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ റീനുമോൾ ഫോണിൽ കളിക്കുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ നിന്ന് മാറുന്നില്ല. എന്തൊക്കെ ഭയങ്കര സങ്കടം. ബേബിയൊക്കെ ഉള്ളിൽ ഒതുക്കുകയാണ് കേട്ടോ. കാരണം ബുഷുമില്ല. മറ്റേത് കൊണ്ടാനും വരുമ്പോൾ ആസിയമ്മ ഉണ്ടാവലുണ്ട്, ആരുമില്ല. ഒരു ഒറ്റപ്പെട്ട മാതിരിയൊക്കെ ഒരു തോന്നൽ. ഏറെ ബുഷില്ലാത്തതുകൊണ്ടാണ് ഭയങ്കര സങ്കടം. അങ്ങനെ എയർപോർട്ടിലെത്തിട്ടോ. എയർപോർട്ടിലെത്തി നോക്കുമ്പോൾ തൂക്കി നോക്കുമ്പോൾ ലഗേജ് അധികം ഉള്ള പോലെ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് മാറ്റി വെച്ചു. എന്നിട്ട് തൂക്കി നോക്കിയപ്പോൾ കറക്റ്റായി. അങ്ങനെ എന്താ പറയുക, ഈ ലഗേജുകളും കുട്ടീനെയും ഒക്കെ പാടെ ബേബിനെ കൊണ്ട് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ആഷിമോന് എയർപോർട്ടിൽ തന്നെ ഉണ്ട് ഒരു സ്റ്റാഫ്, അങ്ങനെ സ്റ്റാഫുകളുണ്ട്. അപ്പോൾ അവർ ലഗേജൊക്കെ കടത്തി വിട്ട് ബോർഡിംഗ് പാസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർ നമ്മളിരുന്ന് തിരിച്ചു പോരുള്ളൂ. അങ്ങനെ ആഷിമോന് യാത്ര പറഞ്ഞിട്ട് മുമ്പ് കൊടുത്തിട്ടൊന്നും മതിയാവണില്ല കേട്ടോ. ഞങ്ങളാകെ സങ്കടത്തിലാണ്. അങ്ങനെ ഈ കുട്ടീനെ കിട്ടിയ ഭാഗ്യം കേട്ടോ, ഈ ഒരു സ്റ്റാഫിന്. അങ്ങനെ ബേബി പിന്നെ കുഞ്ഞാറ്റനെ മാത്രം നോക്കിയാൽ മതി, ബാക്കിയൊക്കെ അവളാണ്. അങ്ങനെ അവർ പോവുകയാണ്. ഉഷില്ലാതെ എൻ്റെ ബേബി കുഞ്ഞാറ്റി ആദ്യമായിട്ടാണ് പോണത് കേട്ടോ. ഉഷി യാത്രക്കാരില്ലാതെ ഭയങ്കര സങ്കടമുണ്ട്. ബേബി പിന്നെ ഞാൻ കാണാതെ കരയുകയാണ് കേട്ടോ. ഞാൻ കരഞ്ഞുകൊണ്ട് എയർപോർട്ടിൽ എത്തുന്നത് വരെ ഞാൻ കരയുമായിരുന്നു. സാരമില്ല, അവരുടെ സന്തോഷമില്ല നമുക്ക് വലുത്. അപ്പോൾ ഓക്കെ, ടാറ്റ.